ഹലോ മക്കളെ, പാരാമെട്രിക്കിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ബോർഡ് എക്സാം ക്വസ്റ്റൻ ആണ് ഈ പറയുന്നത്. നോക്കാം. dx കണ്ടുപിടിക്കണം ഇഫ് x = at² and y = 80. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കണം x = y = എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ടോപ്പിക് വരുന്നത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഭാഗമാണ്. ആൻഡ് ഇവരാണ് നമ്മുടെ പാരാമെട്രിക് ഫംഗ്ഷൻ. എല്ലാവരും നോക്കണം, ഇവിടെ x = എന്താണ് മക്കളെ? ഇൻ ടേംസ് ഓഫ് t ആണ്. y = ഇൻ ടേംസ് ഓഫ് t ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേരിയബിൾ അതാ വേരിയബിൾ t ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ആൻഡ് ഗൈസ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം dx/dt അതുപോലെ തന്നെ dy/dt. dx/dt എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന at² ഡെറിവേറ്റീവ് എന്താണ്? a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t² എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് സെയിം ആസ് 2t ആണ്, അഥവാ അത് 2at ആയിട്ട് മാറി. ആൻഡ് ഈ കാണുന്ന 2at ഡെറിവേറ്റീവ് 2at 2a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t എല്ലാവർക്കും അറിയാം അത് 1 ആണ്. സോ 2 × 1 അഥവാ ഇറ്റ് ഈസ് സെയിം ആസ് 2a എന്ന് കിട്ടി, ഇൻറ്റു 1 കേട്ടോ, 2a. അപ്പോൾ dy/dx പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ക്ലാസ് dy/dt. ഞാനിതാ നേരെ തന്നെ രണ്ടിനെയും d2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ പറയുന്ന ന്യൂമറേറ്ററിനെയും അതുപോലെ തന്നെ ഇവൻ എന്ത് ചെയ്തു? ഞാൻ d2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ dy/dt ആൻഡ് dx/dt. dy/dt നമുക്കറിയാം ഇറ്റ് ഈസ് സെയിം ആസ് ക്ലാസ് അത് 2a ആണ്, 2a ഡിവൈഡഡ് ബൈ dx/dt നമുക്കറിയാം അത് 2at ആണ്. 2a ക്യാൻസൽ ബാക്കി എന്തുണ്ട്? 1/t ഉണ്ട്. ഇത്ര മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇതിന്റെ സെക്കൻഡ് ഓർഡർ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അത് ഞാൻ ലൈവിനകത്ത് ഇന്ന് ചെയ്യുന്നതായിരിക്കും. ബൈ.